ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരിണാമത്തിൻ്റെ വഴികൾ എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഒരു കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. ആ കേസ് സ്റ്റഡിയിൽ എന്താ പറയണത്, ഒരു യുവാവ് നല്ല കടുത്ത ചുമയും കഫക്കെട്ടുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിച്ചു. അപ്പോൾ ആ യുവാവിനെ എക്സ്റേ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ആ യുവാവിന് എന്തുണ്ട്, ക്ഷയമുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ആദ്യം ഒരു 6 ആഴ്ചത്തേക്ക് നിരവധി ആൻറ്റിബയോട്ടിക്കുകളും പിന്നെ തുടർന്ന് 33 ആഴ്ചത്തേക്ക് പ്രത്യേക ആൻറ്റിബയോട്ടിക്കുകളും നൽകി. അങ്ങനെ ചികിത്സ ഒക്കെ തുടങ്ങി ഒരു 10 മാസത്തിന് ശേഷം ശ്വാസകോശത്തിൻ്റെ ദ്രവത്തിൻ്റെ കൾച്ചറും നെഞ്ചിൻ്റെ എക്സ്റേയും പരിശോധിച്ചപ്പോൾ ക്ഷയരോഗം ഭേദമായി എന്ന് ഉറപ്പായി. അങ്ങനെ ചികിത്സ പൂർത്തിയാക്കി. 2 മാസത്തിന് ശേഷം ആ യുവാവ് വീണ്ടും അതേ രോഗം കൊണ്ട്, അതേ രോഗലക്ഷണങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ പ്രവേശിച്ചു. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്തു, മുൻപ് കൊടുത്ത പോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു. പക്ഷേ അയാൾ 10 ദിവസം കൊണ്ട് മരിച്ചു. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ മുന്നേ ആളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന രോഗാണുക്കളുടെ DNA ഇപ്പോൾ ആളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന രോഗാണുക്കളുടെ DNA തമ്മിൽ പരിശോധിച്ചപ്പോൾ ചെറിയൊരു വ്യത്യാസം കണ്ടു. അങ്ങനെ ആ ഒരു ഇപ്പോഴത്തെ രോഗാണുക്ക് എന്ത് സംഭവിച്ചിരിക്കുകയാണ്, ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്, മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തലവേദന മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ഇങ്ങനെ യൂസ് ചെയ്യും. പല കാര്യത്തിനും നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഫലമില്ലാണ്ടാകും. അപ്പോൾ ആവശ്യമില്ലാണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യരുത് കേട്ടോ. അടുത്തായി തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. ആദ്യ തവണ രോഗം ഭേദമാകാൻ എന്ത് ചികിത്സയാണ് നൽകിയത്, ഇതിൻ്റെ ഫലം എന്തായിരുന്നു? ആദ്യ തവണ എന്താണ് ചികിത്സ നൽകിയത്, ആൻറ്റിബയോട്ടിക്കുകൾ നൽകി. അതിൻ്റെ ഫലം രോഗം മാറി ബട്ട് വീണ്ടും പ്രകടമായി അല്ലേ. 2ാം തവണ ചികിത്സ ലഭിച്ചിട്ട് രോഗഭേദമാകാത്തതിൻ്റെ കാരണം എന്ത് ചെയ്തു, ആൻറ്റിബയോട്ടിക്കുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന രോഗാണുക്കളാണ് 2ാമത്തെ തവണ ആളുടെ ശരീരത്തിലുണ്ടായത് അല്ലേ. കൊടുത്ത ഡോസ് പോരായിരുന്നു അല്ലേ ആൻറ്റിബയോട്ടിക്കുകളുടെ. അടുത്തത്, ക്ഷയരോഗ ബാക്ടീരിയക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ലഭിച്ചതെങ്ങനെ? എന്ത് ചെയ്തു, ക്ഷയരോഗ ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള പാകത്തിനൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു അല്ലേ. അവർക്ക് മാറ്റങ്ങൾ, അവരുടെ DNA മ്യൂട്ടേഷൻ സംഭവിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ശേഷി ബാക്ടീരിയകൾ അവയുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറിയാൽ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും, രോഗം കൂടുതൽ കടിഞ്ഞാകും, നമുക്കതിനെതിരെ പ്രവർത്തിക്കാനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇങ്ങനെ ഓരോ ജീവിയും അതിൻ്റെ പരിസ്ഥിതിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ DNA വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റിയത്, ഓരോ സമയത്തും അതിനെ അതിജീവിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ആദിമ കോശത്തിൽ നിന്ന് ഇന്നത്തെ കോശത്തിലേക്ക് എത്താൻ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രക്രിയകളെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളാണ് പരിണാമശാസ്ത്രത്തിന് അടിത്തറയിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആ മ്യൂട്ടേഷനൊക്കെ സംഭവിച്ചതിനെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അതിനൊക്കെ ശാസ്ത്രജ്ഞന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. അങ്ങനെ ആദ്യമായിട്ട് ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങിയത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയാണ് നമ്മൾ ലാമാർക്കിസം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ ഒരു ചിത്രം രൂപേണ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി നോക്ക്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ആദ്യം നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, ഈ നിലത്തു നിന്നുള്ള പുല്ലുകളാണ് കഴിച്ചിരുന്നത്. പിന്നെ ശേഷം എന്ത് ചെയ്തു, ഭക്ഷണ ദൗർബല്യം ഉണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്തു, കുറച്ച് ഹൈറ്റിലുള്ള, കുറച്ച് ഉയരത്തിലുള്ള ചില്ലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ജിറാഫിൻ്റെ കഴുത്തുകൾക്ക് എന്ത് ചെയ്തു, നീളം വന്നു. അങ്ങനെ ആ നീളം വന്നത് എന്ത് ചെയ്തു, ഇവർക്കൊരു ആർജിത സ്വഭാവം കിട്ടി, അതായത് നീളം കൂടിയ കഴുത്ത് കിട്ടി. അപ്പോൾ ആ നീളം കൂടിയ കഴുത്തിനെ ഇവരെന്ത് ചെയ്തു, അടുത്ത തലമുറയിലേക്കും കൈമാറി. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ആദ്യം ജിറാഫുകളുടെ കഴുത്ത് ചെറുതായിരുന്നു, അവർ നിലത്ത് നിന്നാണ് ഫുഡ് കഴിച്ചിരുന്നത്. പിന്നെ ഫുഡൊന്നും കിട്ടാതെ വന്നപ്പോൾ അവർ കഴുത്ത് നീട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴുത്ത് നീട്ടി കഴിക്കുമ്പോൾ അവരുടെ കഴുത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, കഴുത്തിങ്ങനെ നീണ്ടു വന്നു. അവരതെന്ത് ചെയ്തു, അടുത്ത തലമുറയിലേക്ക് കൈമാറി. അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ജിറാഫുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്, പെട്ടെന്നൊന്നും ആയതല്ല കേട്ടോ. ലാമാർക്കിസം എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു നോട്ടാണ് കേട്ടോ ഇത്. ലാമാർക്കിസം കഴിഞ്ഞ അടുത്തതാണ് ഡാർവിനിസം, അല്ലെങ്കിൽ അതിന് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ എന്നുള്ള ആളാണ്. അപ്പോൾ അയാളാണ് ആധുനിക പരിണാമശാസ്ത്രത്തിന് അതിൻ്റെ കാഴ്ചപ്പാടിന് മെയിനായിട്ട് അടിത്തറ ഭാഗത്ത് എന്നാണ് പറഞ്ഞത്. ആളുടെ പേര് ഓർത്താൽ മതി, ചാൾസ് ഡാർവിൻ. അദ്ദേഹം കൊണ്ടുവന്നത് ഡാർവിനിസം. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഇത് കണ്ടെത്തിയെന്ന് വെച്ചാൽ, അദ്ദേഹം ഗാലപ്പഗോസ് ദ്വീപിലായിരിക്കുന്ന സമയത്ത്
14ഓളം വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസിലുള്ള കുരുവികളെ അദ്ദേഹം കണ്ടു. അപ്പോൾ അതിൽ ചിലത് എന്താണെന്ന് വെച്ചാൽ നിലത്ത് തന്നെ താമസിച്ച് അവിടുത്തെ വിത്തുകൾ കഴിക്കുന്നതാണ്, ചിലത് എന്താണ് മരത്തിൽ താമസിച്ച് വിത്തുകൾ കഴിക്കുന്നതാണ്, ചിലത് കള്ളിമുൾ ചെടിയിൽ താമസിച്ച് വിത്തുകൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൊക്കുകൾക്കായിരുന്നു വ്യത്യാസം. അതായത് ഇവരുടെ കൊക്കിൻ്റെ ആകൃതിക്കും വലുപ്പത്തിനൊക്കെയായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടാണ് ഇവരുടെ കൊക്കിൽ വ്യത്യാസം. അപ്പോൾ ചെറിയ വിത്ത് കഴിക്കുന്നതും വലിയ വിത്ത് കഴിക്കുന്നതും പ്രാണികൾ പിടിച്ച് കഴിക്കുന്നതും ഇതിൻ്റെയൊക്കെ കൊക്കുകൾ പരസ്പരം വ്യത്യാസമാണ്. അപ്പോൾ ഇതിന്ന് അദ്ദേഹം എന്തിലെത്തിയെന്ന് വെച്ചാൽ ഭക്ഷ്യസ്രോതസ്സിനനുസരിച്ചിട്ടാണ് അവരുടെ കൊക്കിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും മാറ്റം വന്നിട്ടുള്ളത്. അങ്ങനെ ആകൃതിയിലും വലുപ്പത്തിലും മാറ്റമുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിജീവിക്കാനും പിന്നെ അവർ പുതിയ തലമുറ ഉണ്ടാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഭക്ഷണം കിട്ടാതെ വന്നിട്ടുണ്ടാകും. അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൊക്കുകൾ അതിന് പാകത്തിലേക്ക് പതുക്കെ മാറ്റം വന്നിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ ജിറാഫിൻ്റെ കേസ് പറഞ്ഞ പോലെ അങ്ങനെ അവരുടെ കൊക്കുകൾക്ക് വന്ന മാറ്റം അവരെന്ത് ചെയ്തു, മാറ്റം വന്ന കൊക്കുള്ളത് അതിജീവിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ മാറ്റം അവർ അടുത്ത തലമുറയിലേക്കും കൈമാറി എന്നാണ് ഡാർവിനിസം പറയുന്നത്. അപ്പോൾ ഇതിന്ന് മെയിനായിട്ട് നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ പ്രകൃതിക്ക് ഗുണകരമായ സവിശേഷതകളുള്ള ജീവികൾ എന്ത് ചെയ്യും, അതിജീവിക്കും, പ്രത്യുൽപാദനം നടത്തും, കൂടുതൽ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പിന്നെ അവ പിൽക്കാലത്ത് വേറെ പുതിയ ജീവവർഗങ്ങളായി മാറി. അപ്പോൾ ഇതെങ്ങനെ പിൽക്കാലത്ത് പുതിയ ജീവവർഗങ്ങളായി മാറി എന്നുള്ളത് ഡാർവിന് പറയുന്നുണ്ട്. അതെങ്ങനെ നോക്കാം. അതിൽ 5 കാര്യങ്ങളാണ് ഡാർവിന് പറയുന്നത്. ആദ്യം അമിതോൽപാദനം, അതായത് പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങൾ എന്ത് ചെയ്യും, ജീവികൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ കുറേ എണ്ണത്തിൽ അവർ ഒരുപാട് പുതിയ തലമുറകൾ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കും. പിന്നെ അവർക്ക് എന്ത് ചെയ്യും, വ്യതിയാനങ്ങൾ സംഭവിക്കും. നെക്സ്റ്റാണ് വ്യതിയാനം. അപ്പോൾ അവരുടെ വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം അങ്ങനെയുള്ള മിക്ക സവിശേഷതകളിലും ജീവികൾ എന്ത് ചെയ്യും, പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കും. ഈ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും, ജീവികൾക്ക് ഗുണകരമോ ദോഷകരമോ ആകാം. അപ്പോൾ എന്താണ്, ഇവർക്ക് വലുപ്പത്തിലും രോഗപ്രതിരോധത്തിലും വിത്തുൽപാദനത്തിലും അങ്ങനെ പല പല മാറ്റങ്ങൾ ഉണ്ടാകും അടുത്ത തലമുറകൾക്ക്. അപ്പോൾ ചിലർക്കത് നല്ലതായിരിക്കും, ചിലർക്കത് മോശമായിരിക്കും. എന്ത് വേണമെങ്കിലും ആവാന്നാണ് പറയുന്നത്. അടുത്തത് വരുന്നതാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം. അപ്പോൾ ഒരുപാട് പേരുണ്ടാക്കി ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായി, അപ്പോൾ അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇനി അവർക്ക് നിലനിൽക്കണം. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ എന്താണ്, ഭക്ഷണം, സ്ഥലം, ഇണകൾ തുടങ്ങിയ പരസ്പരം വിഭവങ്ങൾ വേണം അവർക്ക്. അപ്പോൾ അതിന് തമ്മിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ശേഷം എന്താണ്, അർഹതയുള്ളവരുടെ അതിജീവനം. അപ്പോൾ കുറേ വ്യതിയാനങ്ങൾ ഉണ്ടാകുമല്ലോ, അതിൽ അനുകൂല വ്യതിയാനങ്ങൾ കിട്ടിയ ജീവികൾ എന്ത് ചെയ്യും, നിലനിൽപ്പിന് മത്സരിക്കും, അവ അതിജീവിക്കും. അല്ലാത്തവ എന്ത് ചെയ്യും, അവിടെ നശിച്ചു പോകും. അതിജീവിച്ച ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യും, പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പിന്നെ അടുത്തത് തന്നെയാണ് പ്രകൃതി നിർദ്ധാരണം. പ്രകൃതി നിർദ്ധാരണത്തിൽ എന്താണെന്ന് വെച്ചാൽ അനുകൂല വ്യതിയാനമുള്ളത് വരും തലമുറയിലേക്ക് എന്ത് ചെയ്യും, അവർക്ക് കിട്ടിയ വ്യതിയാനങ്ങൾ അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ആ തലമുറകളായിട്ട് ആ വ്യതിയാനം നിന്നിട്ട് പിന്നെ ആ ഒരു ജീവി അങ്ങനെ ഒരു പുതിയൊരു ജീവിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ലാമാർക്കിസവും ഡാർവിനിസം ഒന്ന് പരസ്പരം താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ലാമാർക്കിസത്തിൽ ആദ്യം പറയണത് ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്തുണ്ടായിരുന്നെന്ന്. ഡാർവിനിസത്തിലോ വ്യത്യസ്ത നീളത്തോടു കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നത്, പലതരത്തിലുള്ള നീളമുള്ള കഴുത്തുള്ള ജിറാഫ് ഉണ്ടായിരുന്നു പറയുന്നത്. ലാമാർക്കിസത്തിൽ പറയുന്നത് ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫുകൾ അവയുടെ കഴുത്ത് നീട്ടാൻ തുടങ്ങി. ആഹാരം കിട്ടാൻ അവർ കഴുത്തിങ്ങനെ നീട്ടി തുടങ്ങി. പക്ഷേ ഡാർവിനിസത്തിൽ പറയണത് ആഹാരത്തിനായുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം അതിജീവിച്ചു എന്നാണ്. ഡാർവിനിസത്തിൽ എന്താ പലതരം നീളത്തിലുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ നീളം കൂടിയവ മാത്രം അതിജീവിച്ചു, അല്ലാത്തവ എന്ത് ചെയ്തു, ചത്തുപോയി എന്നാണ് പറയുന്നത്. പിന്നെ ലാമാർക്കിസത്തിൽ അടുത്ത സ്റ്റേജിൽ പറയുന്നത് നിരന്തരമായ ഉപയോഗത്തിലൂടെ കഴുത്തിൻ്റെ നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടു. എപ്പോഴും ഇങ്ങനെ കഴുത്തിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നീളം കൂടിയ കഴുത്ത് കൂടിയ ജിറാഫുകൾ ഉണ്ടായിന്നാണ് പറയണത്. ഡാർവിനിസത്തിൽ പറയണതോ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾക്ക് മാത്രം നിലനിൽക്കുകയും പുതിയ ജീവവർഗമായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാമാർക്കിസത്തിൽ എന്താ പറയുന്നത്, പരിസ്ഥിതി ജീവികളിലെ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. പരിസ്ഥിതിയാണ് ജീവികളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നതെന്നാണ്. പക്ഷേ ഡാർവിനിസത്തിൽ പറയണതോ ജീവികളിലെ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു. ഓരോ ജീവികൾക്കും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും പറയില്ലേ, അതിൽ അനുകൂല വ്യതിയാനമുള്ളത് മാത്രം പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു എന്നാണ് പറയണത്. മറ്റേതിലോ പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു, പക്ഷേ ഇതിൽ പറയുന്നത് വ്യതിയാനങ്ങൾ ഉണ്ടായ ജീവികളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവ രണ്ടും തമ്മിൽ, ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിൽ എടുക്കാം. ബൈ.